കറിയോടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ദോശയോടെ വരെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. ഹലോ നമസ്കാരം, ഞാൻ ജെയ്സൺ. ജെ ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ തക്കാളിയും വെണ്ടയ്ക്കയും വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചെറിയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മതി, അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിക്കോ ചോറിനോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. വീഡിയോയിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് വിടുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 3 തക്കാളി കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളിയാണ്. അത് നമ്മളൊരു 3 എണ്ണം ഒരു മീഡിയം വലിപ്പത്തിൽ, ഒരുപാട് തീരെ ചെറുതാക്കാതെ മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 8 വെണ്ടയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. 8 വെണ്ടയ്ക്ക നമ്മളിതേ ഒരു മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിൽ എന്തുണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ മൺചട്ടി അത്യാവശ്യം ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയാണേ. എണ്ണ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നത്, അത് ഉരുകി വരട്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചാൽ തക്കാളി ഉണ്ടല്ലോ, തക്കാളി അതുപോലെ തന്നെ വെണ്ടയ്ക്ക അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് അത് അത്യാവശ്യം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുവാണേ. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി നമ്മളൊരു 1.5 ടീസ്പൂൺ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഉപ്പും കൂടെ ചേർത്തിട്ടേ ഇത് പച്ചമണം പോകുന്നിടം വരെ, ഈ പൊടിയുടെയൊക്കെ കുത്തലൊക്കെ പോകുന്നിടം വരെ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. തക്കാളി വെണ്ടയ്ക്ക എല്ലാം കൂടെ അത്യാവശ്യം വഴണ്ട് നല്ല അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ടേ. ഇനി പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ടല്ലോ വെള്ളമാണ്. വെള്ളം നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് കൂടി പോയത് കേട്ടോ. 1 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ചേർക്കാം. അത്യാവശ്യം ഒന്ന് പറ്റി വരണേ, എന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 1/4 മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 എരിവുള്ള മുളക്, അത്യാവശ്യം എരിവുള്ള മുളകാണ്, എന്നാൽ ഒരുപാട് കൂടിയ എരിവൊന്നും ഇല്ല കേട്ടോ. സാധാ കൊമ്പമുളകില്ലേ, അത് 2 എണ്ണം എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും എല്ലാം അത്യാവശ്യം വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അതേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ. അരപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങയും പച്ചവളവും മാത്രമേ ഉള്ളൂ, അതാണ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർക്കുകയാണേ. 3 or 4 തണ്ട് ചേർത്താലും ഒരു കുഴപ്പമില്ല. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്റ്റവ് ജസ്റ്റ് തിളച്ചൊന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് കുറേ നേരം കൂടെ തിളന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട്, അപ്പം നമ്മുടെ കറിയുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് കുറച്ച് കടുകും കൂടെ പൊട്ടിച്ച് ചേർത്താൽ മതി. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു കുറച്ച് കടുക് ഇടുക. അതിനുശേഷം നമ്മൾ 2-3 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവേ. ഉള്ളി ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റി നമ്മൾ അതിൻ്റെ ചേർത്ത് കൊടുക്കാം. പിന്നെ കടുക് വറുക്കാൻ വേണമെങ്കിൽ വറ്റൽമുളകോ കറിവേപ്പിലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളിയും കടുകും മാത്രമേ ചേർത്തുള്ളൂ. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കേട്ടോ. സൂപ്പർ കറി. അപ്പോൾ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ദോശയ്ക്കോ ഒക്കെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തില്ലേ. ഇതിന് ഒരുപാട് ചേരുവകളും വേണ്ട, അതുപോലെ വലിയ പണിയില്ല, എന്നാൽ ടേസ്റ്റിനൊരു കുറവില്ല താനും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ.